സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതാ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ടോൾ പ്ലാസകളുടെ എണ്ണം 13ആയി ഉയരുകയാണ്. നിലവിൽ ദേശീയപാത 66-ൽ കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം ജില്ലാ അതിർത്തിയായ കാരോട് വരെ ആകെ 5 ടോൾ ബൂത്തുകളാണുള്ളത്. എന്നാൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ടോൾ പ്ലാസകളുടെ എണ്ണം 13ആയി ഉയരും. നിലവിലുള്ള 5 ടോൾ ബൂത്തുകൾക്ക് പുറമെ പുതിയ 8 ടോൾ പ്ലാസകൾ കൂടി സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. ദേശീയപാത 66-ൽ 12 ടോൾ ബൂത്തുകളും ഈ പാതയോട് അനുബന്ധമായുള്ള അരൂർ തുറവൂർ 12.75 കിലോമീറ്റർ ഉയരപാതയിലെ എരമല്ലൂരിലെ ടോൾ ബൂത്തും ചേർത്താണ് 13 ടോൾ ബൂത്തുകൾ എന്ന കണക്ക് പുറത്തുവരുന്നത്. കണ്ണൂർ കൊളശ്ശേരി, എറണാകുളത്തെ കുമ്പളം, തിരുവനന്തപുരത്തെ തിരുവല്ലം, മലപ്പുറത്തെ വെട്ടിച്ചിറ, കോഴിക്കോട്ടെ ഒളവണ്ണ എന്നിവിടങ്ങളിലാണ് നിലവിൽ ടോൾ ബൂത്തുകളുള്ളത്. റോഡിന് മീതെയും ഇരുവശത്തുമായുള്ള ഈ പുതിയ 8 ടോൾ ബൂത്തുകളുടെ പണി ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ഇവിടേക്കുള്ള യന്ത്ര സംവിധാനങ്ങളും ഉടൻ സ്ഥാപിക്കും. കാസർകോട്ടെ പുല്ലൂർ പെരിയ, കണ്ണൂരിലെ തിരുവങ്ങാട്, കോഴിക്കോട്ടെ അഴിയൂർ, തൃശൂരിലെ നാട്ടിക, ആലപ്പുഴയിലെ കൊമ്മാടി, കൊല്ലത്തെ ഓച്ചിറ, പാരിപ്പള്ളി, ആലപ്പുഴയിലെ എരമല്ലൂർ, ഉയരപാത എന്നിവിടങ്ങളിലാണ് പുതിയ ടോൾ പ്ലാസകൾ എത്തുന്നത്. ഓരോ റീച്ചിലെയും നിർമ്മാണ രീതിയും ചെലവും അടിസ്ഥാനമാക്കിയാണ് ഇവിടങ്ങളിൽ ടോൾ നിരക്ക് നിശ്ചയിക്കുക. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന ദേശീയപാത 66-ന്റെ ഭാഗമായി ആലപ്പുഴയിൽ തുറവൂർ അരൂർ 12 കിലോമീറ്റർ 6 വരി ഉയരപാത നിർമ്മാണം പുരോഗമിക്കുകയാണ്. എരമല്ലൂർ തെക്ക് ഭാഗത്താണ് ഈ പാതയുടെ ടോൾ ഗേറ്റ് നിർമ്മിക്കുന്നത്. ഇവിടെ റോഡിന് മുകളിൽ ഘടിപ്പിക്കുന്ന ക്യാമറകൾ വഴി ടോൾ പിരിക്കുന്ന MLFF അഥവാ മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ എന്ന സംവിധാനമാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യ മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോൾ ബൂത്ത് ആയിരിക്കും എരമല്ലൂരിലേത്. വാഹനം നിർത്തിയിടുന്ന സമയം ലാഭിക്കാമെന്നതിനാൽ തന്നെ വൈകാതെ എല്ലാ ടോൾ ബൂത്തുകളിലും ക്യാമറ വെച്ചുള്ള ഈ ടോൾ സംവിധാനം നടപ്പാക്കാനുള്ള ആലോചനകൾ പുരോഗമിക്കുകയാണ്. തുറവൂർ, കുത്തിയതോട്, കോടംതുരുത്ത്, ചന്തിയൂർ, അരൂർ എന്നിങ്ങനെ 5 റീച്ചുകളായി തിരിച്ചാണ് ഈ ഉയരപാത നിർമ്മാണം പുരോഗമിക്കുന്നത്. എരമല്ലൂരിലെ ടോൾ ബൂത്തിലാകും സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന തുക ടോൾ നൽകേണ്ടി വരിക. ഉയരപാത, വയഡക്ട്, തുരങ്കം തുടങ്ങിയവ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ടോൾ നിരക്ക് കൂടും. സാധാരണ റോഡിനുള്ള കിലോമീറ്റർ നിരക്കിന്റെ 10 ഇരട്ടിയാണ് ഇവയിൽ ഈടാക്കുക. അതിനാൽ തന്നെ അരൂർ തുറവൂർ ഉയരപാതയിൽ ടോൾ നിരക്ക് കുറച്ച് കൂടുതലാകാൻ സാധ്യതയുണ്ട്. അതേസമയം ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് ഉയരപാത വഴി പോകുന്നവർക്ക് ഉയരപാതയിലെ ഒരു ടോൾ ബൂത്ത് ഉൾപ്പെടെ 3 ടോൾ നൽകേണ്ടി വരിക. പറവൂർ തുറവൂർ റീച്ചിൽ കൃപാസനം ജംഗ്ഷനിലും അരൂർ തുറവൂർ ഉയരപാതയിൽ എലമല്ലൂരിലുമാണ് ഓരോ ടോൾ ബൂത്തുകൾ കൂടി വരുന്നത്. എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കാൻ അരൂരിനപ്പുറം കുമ്പളത്ത് നിലവിലൊരു ടോൾ പ്ലാസയുണ്ട്. ഇങ്ങനെയാണ് ആകെ 3 ടോൾ ബൂത്തുകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.